സൈലന്റ് ആയിട്ട് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഐ മീൻ ചില ഭാഗങ്ങളിൽ കുറച്ച് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്താണ് കഥയിൽ നടക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ. പക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിൽ മെസ്സേജസ് ഓഡിയൻസിലോട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ലാഗായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. മലയാളത്തിൽ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു പറയും, പക്ഷെ തമിഴിൽ അത്രയും കണ്ടന്റ് ഓറിയന്റഡ് അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര റിസ്ക് ആണ്. ഇപ്പോൾ സേതുപതിനെ പോലെ അല്ലെങ്കിൽ ഇതുവരെ പോലെ വലിയ കാസ്റ്റിക്ക് ഇത്രയും വലിയ എക്സ്പെരിമെന്റ്സ് എടുക്കുമ്പോൾ എങ്ങനെയുണ്ട്? അല്ല, ഞാനും വിചാരിച്ചു സേതുപതിക്ക് ഇപ്പോഴും ഇന്നത്തെ ഒരു ഫിലിമിനെ ഇപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന രീതി, ആൾ ആ ഒരു സ്റ്റാർട്ടപ്പിൽ നിൽക്കുമ്പോഴും ഇതുപോലത്തെ ഫിലിംസ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എല്ലാവരുടെയും എഫേർട്ടും കാര്യങ്ങളും കാണാനുണ്ടോ. ഒരു ക്യൂരിയോസിറ്റി തിയേറ്ററിൽ പ്രേക്ഷകർക്ക് ബിൽഡ് ചെയ്യിപ്പിക്കുന്ന രീതി. നല്ല പടം, അടിപൊളി പടം. എന്താ വെറൈറ്റി ഉള്ള സിനിമയില്? വെറൈറ്റി ഇതുവരെയുള്ള നമ്മുടെ വോയിസ് കേൾക്കുന്നതിന് പകരം ഇത് സൈലൻസ് ആയിട്ടുള്ളൊരു പടമാണ്. സിനിമയിൽ ശബ്ദമില്ല. സിനിമയിൽ ശബ്ദമില്ല. വിജയ് സേതുപതി സൂപ്പർ ആക്ടിംഗ് ആണ്, രക്ഷയില്ല. സിനിമ നമുക്ക് മനസ്സിലാവും. വളരെ അടിപൊളി ഒരു പടമാണ്. ഓക്കെ.